Hello friends, welcome to class number 2 of C programming. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ C പ്രോഗ്രാമിംഗിന്റെ അകത്ത് ഹലോ വേൾഡ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളൊരു ഫോർമാറ്റ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് യൂസ് ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പോയി കഴിഞ്ഞ വീഡിയോ കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാർട്ട് 1 ആണ്. നിങ്ങൾ പാർട്ട് 1 മുതൽ ഫോളോ ചെയ്ത് വരാം കറക്റ്റ് ആയിട്ട് C പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ യൂസറിനോട് ഒരു നമ്പർ എന്തെങ്കിലും എൻ്റർ ചെയ്യാനായിട്ട് പറയും. ആ ഒരു നമ്പറിനെ നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യും. അവർ എൻ്റർ ചെയ്ത നമ്പറിനെ നമ്മൾ തിരിച്ച് പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ടൊന്ന് പോകുന്നു. ഇത് എങ്ങനെയാണെന്നുള്ളതിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. ഇതിനകത്ത് ഞാൻ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നതിന് പകരമായിട്ട് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് യൂസർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലോട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതിനോട് ഹലോ വേൾഡ് ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്തു. എന്നിട്ട് എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റർ എ നമ്പർ. ഇവിടെ നമ്മൾ യൂസർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അവർക്കടുത്ത് എൻ്റർ ചെയ്തു, ഒരു നമ്പർ എൻ്റർ ചെയ്തു. അപ്പൊ യൂസർ നമ്പർ എൻ്റർ ചെയ്യും. ഓക്കെ, ആ ടൈമിൽ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ അതിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യണം. വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഡാറ്റ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു വേരിയബിൾ. ആ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അതിന്റെ സംഭവം. അപ്പോൾ നമ്മൾ ഈ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഡാറ്റ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യൂസറിന്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇന്റീജർ ടൈപ്പ് നമ്പറാണ്. അതായത് 1 2 3 4. ഓക്കെ, ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ആവാം, പോസിറ്റീവ് നമ്പർ ആവാം. ഒരു ഇന്റീജർ ടൈപ്പ് നമ്പറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ ടൈപ്പും ഇന്റീജർ ടൈപ്പ് തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. ഈ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലറേഷൻസ് നടത്താറുള്ളത്. ഇവിടെ നമ്മൾ ഒരു നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കാം. ആ വേരിയബിളിലോട്ടായിരിക്കണം നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇന്റ് നം എന്ന് കൊടുക്കുകയാണ്. കാരണം ഈ ഇൻഡിന് കൊടുക്കാൻ കാരണം ഈ നം എന്ന് പറയുന്ന വേരിയബിൾ ഹോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇന്റീജർ ടൈപ്പിലുള്ള ഒരു ഡാറ്റ വാല്യൂവിനെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ ഫ്രണ്ടിൽ ഇൻഡ് എന്ന് കൊടുത്തത്. ഇതാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസറിന്റെ അകത്ത് നിന്ന് ഇൻപുട്ടും വാങ്ങണം. ഓക്കെ, നമ്മളിപ്പോൾ ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, എൻ്റർ എ നമ്പർ. ഇനി യൂസർ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അതിന് നമ്മൾ ഇന്റീജർ വാല്യൂ ആണ്, അതിന് നമ്മൾ ഇന്റീജർ ആയിട്ട് തന്നെ എടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഫോർമാറ്റഡ് സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കാനർ ഫോർമാറ്റഡ് റീഡ്. ഓക്കെ, ഒരു ഫോർമാറ്റിൽ നമ്മൾ ആ ഒരു വാല്യൂവിനെ റീഡ് ചെയ്തെടുക്കുകയാണ്. അതിനൊരു സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനും നമ്മളുടെ നമ്മൾ കണ്ട ഈ ഒരു stdio.h എന്ന് പറയുന്ന ഈ ഒരു ഹെഡർ ഫംഗ്ഷന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്കാനഫിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 2 ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യും. ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ടൈപ്പിലുള്ള ഡാറ്റേനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോ %d എന്ന് പറഞ്ഞാല് എന്താണ്, %d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു അല്ലെങ്കിൽ %i ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമുണ്ട്. ആ ഐയും ഡിയും ഏകദേശം സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടും ഒരു ഇന്റീജർ വാല്യൂവിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഐ ഡി കൊടുക്കുക. പക്ഷെ നോർമലി കൂടുതൽ ആളുകളും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഡി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി യൂസ് ചെയ്യാം. ഓക്കെ, ഡി കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, യൂസർ നമുക്ക് തരാനായിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ്. ഒരു എന്തെങ്കിലും ഒരു സെന്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ %d മാറ്റിയിട്ട് %s എന്നാക്കും. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ്പെക്ടിങ് എസ് സ്ട്രിങ് എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇന്റീജർ റിസീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഒരു കോമ ആഡ് ചെയ്യുക, ഒരു സ്ട്രിങ് കോമ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഇതിനെ അയക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഇതിനെ അയക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിലോട്ടാണ്. വേരിയബിൾ എവിടെയാണുള്ളത് ആ വേരിയബിളിന്റെ അഡ്രസ്സിലോട്ടാണ്. ഓക്കെ, അതിനുവേണ്ടി അഡ്രസ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപർസെന്റ് ആണ്. ആംപർസെന്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ
അതിനുശേഷം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ സി പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിന്റെയും എൻഡിൽ നമ്മളൊരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് ഒരു സെമിക്കോളൻ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ആംപർസാൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയെ യൂസറിന്റെ ഒരു ഫോർമാറ്റിൽ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിന്റെ അഡ്രസ്സിലോട്ട് കൊണ്ടുപോയി സേവ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോ എന്ത് കിട്ടി? നം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിന്റെ അകത്ത് യൂസർ എൻ്റർ ചെയ്ത ആ ഒരു നമ്പറിനെ കിട്ടി അല്ലേ? ഇനി നമ്മൾ ഈ യൂസർ എൻ്റർ ചെയ്ത നമ്പർ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസർക്ക് ഈ ഒരു നമ്പർ അവർ എൻ്റർ ചെയ്ത നമ്പർ തിരിച്ച് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് പോകണം. അപ്പൊ അത് തിരിച്ച് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് പിന്നെ പ്രിന്റ് എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, പ്രിന്റ് എഫ്. ഈ പ്രിന്റ് എഫിന്റെ അകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇതൊരു ഫോർമാറ്റ് പ്രിന്റിംഗ് ആണ്. നമുക്കറിയാം ഈ ഡബിൾ കോട്സിന്റെ അകത്ത് നമ്മൾ എന്ത് വിചാരം അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും. അതൊരു സ്ട്രിംഗ് ആയിട്ട് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ കാണിക്കാം, യുവർ വാല്യൂ ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, യുവർ വാല്യൂ ഈസ് ഈ ഡബിൾ അല്ലെങ്കിൽ ഒരു കോളം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യണം അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു പെർസെന്റേജ് ഡി ഉണ്ടല്ലോ, ഇൻറ്റീജർ വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഇൻറ്റീജർ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പെർസെന്റേജ് ഡി എന്ന് കൊടുക്കാം. ഈ പെർസെന്റേജ് ഡി എന്തെങ്കിലും ഒരു വാല്യൂ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത്. ഈ സ്ട്രിംഗ് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യും. യുവർ വാല്യൂ ഈസ് ഒരു കോളനും പ്രിന്റ് ചെയ്യും. എന്നിട്ട് പെർസെന്റേജ് ഡി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോമ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് വാല്യൂ ആണോ ഈ പെർസെന്റേജ് ഡിയുടെ പ്ലേസിലോട്ട് വരേണ്ടത് അത് നമ്മൾ ഇവിടെ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഈ നമ്മിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് അല്ലെ, യൂസർ എൻ്റർ ചെയ്ത വാല്യൂവിനെയാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ നമ്മൾ കൊടുക്കുക. ഇതൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിയുമ്പോൾ നമ്മളൊരു സെമിക്കോളൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്? യുവർ വാല്യൂ ഈസ് എന്നിട്ട് ഈ ഒരു പെർസെന്റേജ് ഡി സൂചിപ്പിക്കുന്നത് ഇവിടെ റീപ്ലേസ് ആവാനായിട്ട് പോകുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. ഇവിടെ വരാൻ പോകുന്ന വാല്യൂ എന്താണ്? നമ്മൾ പറയുന്ന വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ വരിക, പെർസെന്റേജ് ഡിയിനകത്ത് വരിക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ കോഡിനെ റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാനായിട്ട് Alt+F9 ആണ് നമ്മൾ പ്രസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 0 1 0 errors ആണ് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാനായിട്ട് Ctrl+F9 ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ചോദിക്കുകയാണ് എൻ്റർ ചെയ്യുന്ന നമ്പർ. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാണ്, 16 എന്ന നമ്പർ എൻ്റർ ചെയ്ത് എന്നിട്ട് നമ്മൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് പറയും യുവർ വാല്യൂ ഈസ് 16. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ എന്താണ്? 16. ഇതാണ് നമ്മൾ ചെയ്ത കോഡ്. ഓക്കെ, നമ്മൾ പ്രിന്റ് ചെയ്യാൻ പഠിച്ചു, റീഡ് ചെയ്യാൻ പഠിച്ചു, റീഡ് ചെയ്തതിന് പിന്നെയും പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്കാൻ എഫും പ്രിന്റ് എഫും ഫോർമാറ്റഡ് രീതിയിൽ എങ്ങനെ റീഡ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്ലാസ് നമ്പർ 2. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുക. നിങ്ങൾ ചെയ്യാതിരിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം ചെയ്തു പിന്നെ നെക്സ്റ്റ് വീക്ക് അടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.